ഡേറ്റ മൈനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഡേറ്റ മൈനിങ്ങിൻ്റെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. ആക്ച്വലി സിലബസ് വെക്കുകയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നൊരു പോർഷനാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. അപ്പോൾ എന്താണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, അതിനുള്ളിൽ വരുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്, ഓരോ ടെക്നിക്കിനും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വേർഡിൻ്റെ മീനിങ്? ഡേറ്റയെ മുൻകൂട്ടി പ്രോസസ്സിംഗ് ചെയ്യുക. എന്തിനായിരിക്കും ഡേറ്റയെ മുൻകൂട്ടി പ്രോസസ്സിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്? അതായത് നമ്മൾ ഡേറ്റ മൈനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പ്രീവിയസ് വീഡിയോസിൽ പഠിച്ചു കഴിഞ്ഞു. ഡേറ്റ ക്ലീനിങ്, ഇൻ്റഗ്രേഷൻ, റിഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ കുറേ സ്റ്റെപ്പ്. പിന്നെ അതിനുശേഷം ഡേറ്റ മൈനിങ് ചെയ്യും. അതിനുശേഷം പാറ്റേൺ ഇവാലുവേഷൻ ചെയ്ത് ഫൈനലി ആ ഡേറ്റ നമ്മൾ പ്രസന്റ് ചെയ്യും. ഇത്രയാണ് ഡേറ്റ മൈനിങ്ങിന്റെ സ്റ്റേജസ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജുകളിൽ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് നടക്കുന്നതിന് മുന്നേ നമ്മൾ ഡേറ്റ മൈൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ചുമ്മാ പോയിട്ട് ഒരു റിപ്പോസിറ്ററിയിലുള്ള ഡേറ്റ നമുക്ക് മൈൻ ചെയ്തെടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മൈനിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുന്ന റിപ്പോസിറ്ററി ബിലീവബിളും ഇന്റർപ്രറ്റബിളും ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം. നമ്മൾ മൈനിങ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന, അതിപ്പോൾ ഒരു ഡേറ്റ റിപ്പോസിറ്ററി ആവാം, ഒരു ഡേറ്റ ബേസ് ആവാം, എന്താണെങ്കിലും ആകാം. നമ്മൾ ഡേറ്റ മൈനിങ് എന്ന ടാസ്ക് പെർഫോം ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഏതൊരു സോഴ്സിൽ നിന്നുള്ള ഡേറ്റയാണോ നമ്മൾ മൈനിങ്ങിനും പാറ്റേൺ ഇവാലുവേഷനും ഒക്കെ ചൂസ് ചെയ്യുന്നത്, ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബിലീവബിൾ ആൻഡ് ഇന്റർപ്രറ്റബിൾ. ഈ രണ്ട് ടേംസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഡേറ്റ മൈനിങ് എടുക്കുന്ന ഡേറ്റ ബിലീവബിളും ഇന്റർപ്രറ്റബിളും ആകണം എന്ന് പറയുന്നത്? ബിലീവബിൾ ഇൻ ദ സെൻസ്, ബിലീവബിൾ എന്ന് വേറൊന്നുമില്ല, ഹൗ മച്ച് എ ഡേറ്റ ഈസ് ട്രസ്റ്റഡ്, അതായത് ഹൗ മച്ച് എ ഡേറ്റ ക്യാൻ ബി ട്രസ്റ്റഡ്. അതിനെയാണ് ബിലീവബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന, ഇപ്പം ഞാനൊരു യൂസറാണ്, ഞാൻ ഡേറ്റ മൈനിങ് എന്നൊരു ടാസ്ക് ചെയ്യാൻ പോകുന്നു. അപ്പം ഞാൻ അവിടെ എനിക്ക് ഡേറ്റ മൈനിങ് ചെയ്യാൻ പോകുന്ന ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണോ ആ സോഴ്സിലെ ഡേറ്റ, ഹൗ മച്ച് ദീസ് ഡേറ്റാസ് ആർ ബിലീവബിൾ ടു മീ. ഞാനാണ് യൂസർ. അപ്പോൾ യൂസറിന് ആ ഡേറ്റ എത്രത്തോളം ബിലീവബിൾ ആണ് എന്നുള്ളതിനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ട്രസ്റ്റബിൾ എന്നുള്ളതിനെയാണ് ബിലീവബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇന്റർപ്രറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഹൗ ദ ഡേറ്റ ആർ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ രണ്ട് ടേംസ് ആണ് നമ്മളൊരു ഡേറ്റയെ മൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ബിലീവബിലിറ്റിയും ഇന്റർപ്രറ്റബിലിറ്റിയും. ബിലീവബിലിറ്റി റിഫ്ലെക്ട്സ് ഹൗ മച്ച് ഡേറ്റ ആർ ട്രസ്റ്റഡ് ബൈ യൂസേഴ്സ്. യൂസേഴ്സിന് എത്രത്തോളം ആ ഡേറ്റയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം യൂസർ ആ ഡേറ്റയെ ട്രസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, കൺസിഡർ ചെയ്യേണ്ട സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർപ്രറ്റബിലിറ്റി. ദാറ്റ് റിഫ്ലെക്ട്സ് ഹൗ ദ ഡേറ്റ ആർ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ രണ്ട് ടേംസ് നമുക്ക്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കിയതിന് ശേഷം മാത്രമേ ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡേറ്റ മൈനിങ് ചെയ്യാനുള്ള ആ ഒരു സോഴ്സ് ബിലീവബിളും ഇന്റർപ്രറ്റബിളും ആകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ സോഴ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന ഡേറ്റ ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ഇൻ ദ സെൻസ് മിസ്സിംഗ് ഡേറ്റ പാടില്ല. അഥവാ മിസ്സിംഗ് ഡേറ്റ ഉണ്ടെങ്കിൽ തന്നെ ആ മിസ്സിംഗ് ഡേറ്റയെ മീൻസ് മിസ്സിംഗ് വാല്യൂസിനെ കോപ്പപ്പ് ചെയ്തിട്ട് തരുന്ന ഒരു ഡേറ്റ സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡേറ്റ സോഴ്സ് ആയിരിക്കണം. അതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്ന് ഡേറ്റ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരണം. ദെൻ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യേണ്ട ഡേറ്റ ചെറിയൊരു ഡയമെൻഷനോട് കൂടിയുള്ളതാണ്. നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോഴ്സിലുള്ള ഡേറ്റ ഒരു ഹൈ ഡയമെൻഷനുള്ളതാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടുത്തെ ഡേറ്റ റെഡ്യൂസ് ചെയ്യേണ്ടി വരും, ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ആ ഡേറ്റയിൽ ചെയ്യേണ്ടി വരും, ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താവത്തുള്ളൂ, ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഡേറ്റ സോഴ്സിലെ ഡേറ്റ ബിലീവബിളും ഇന്റർപ്രറ്റബിളും ആകത്തുള്ളൂ. അപ്പോൾ ഡേറ്റ മൈനിങ് യൂസ് ചെയ്യുന്ന ഡേറ്റയെ ബിലീവബിളും ഇന്റർപ്രറ്റബിളും ആക്കാൻ വേണ്ടി നമ്മൾ കുറേ പ്രോസസ്സുകൾ ചെയ്യുന്നു ആ ഡേറ്റയിൽ. ഈ പ്രോസസ്സുകളെല്ലാം ആക്ച്വലി ആ ഡേറ്റയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി ക്വാളിറ്റി ഉള്ള ഡേറ്റ ആണെങ്കിൽ പിന്നെ പ്രീ പ്രോസസ്സിങ്ങിന്റെ ആവശ്യമില്ല.
അതല്ല ക്വാളിറ്റി കുറഞ്ഞ ഡേറ്റ ആണെങ്കിൽ, ക്വാളിറ്റി ഇൻ ദ സെൻസ് എല്ലാ രീതിയിലുള്ള ക്വാളിറ്റി നോക്കും. മിസ്സിംഗ് വാല്യൂസ് വരാൻ പാടില്ല, അതുപോലെ ഡയമെൻഷന്റെ കേസിൽ നോക്കും, അങ്ങനെ എല്ലാ ടൈപ്പ് സ്കീമ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഡേറ്റ മൈനിങ് യൂസ് ചെയ്യുന്ന ഡേറ്റയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി, ക്വാളിറ്റി കൂട്ടുന്നത് ടു മേക്ക് ദാറ്റ് ഡേറ്റ ബിലീവബിൾ ആൻഡ് ഇന്റർപ്രിറ്റബിൾ. അപ്പോൾ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ ടെക്നിക്കുകളെ അല്ലെങ്കിൽ കുറേ ടെക്നിക്കുകൾ ചേർന്ന ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. അപ്പോൾ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ഈസ് എ പ്രോസസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡേറ്റ ബൈ യൂസിങ് സം ടെക്നിക്സ് കോൾഡ് ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ, ഡേറ്റ റിഡക്ഷൻ ആൻഡ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ പറഞ്ഞ 4 ടെക്നിക്കുകൾ ചേർന്നിട്ടുള്ള ഒരു എൻറ്റയർ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. ഈ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഡേറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ആ മൈൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റയ്ക്ക് ബിലീവബിലിറ്റിയും ഇന്റർപ്രിറ്റബിലിറ്റിയും കൂടത്തുള്ളൂ. ബിലീവബിലിറ്റി ഇന്റർപ്രിറ്റബിലിറ്റിയും കൂടിയാൽ മാത്രമേ മൈനിങ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ പാറ്റേൺ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ ആ നോളേജ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ആക്യുറസിയോട് കൂടി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഡേറ്റയെ അറ്റ്മോസ്റ്റ് ആക്യുറസിയോട് കൂടി മൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയും ഡേറ്റയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയും ചെയ്യുന്ന കുറേ ടെക്നിക്കുകൾ ചേർന്ന ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിനുള്ളിൽ മെയിൻലി 4 ടെക്നിക്സ് ആണ് വരുന്നത്. ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ, ഡേറ്റ റിഡക്ഷൻ ആൻഡ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഒന്നുകൂടെ പറയാം. ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ഈസ് ദ പ്രോസസ് ടു ഇംപ്രൂവ് the quality of data by using some techniques called data cleaning, integration, reduction and transformation. Data pre-processing improves or increase the believability and interpretability of the mined data or the data we have to mine. അപ്പോൾ ഇത്രയാണ് ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിന്റെ ഡെഫിനിഷനും അതിന്റെ യൂസും ഒക്കെ വരുന്നത്. ഇനി നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൽ 4 ടെക്നിക്സ് ആണ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ക്ലീനിങ്, ഇന്റഗ്രേഷൻ, റിഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ. ഈ ഓരോ ടെക്നിക്കിനുള്ളിലും ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. അതായത് ക്ലീനിങ്ങിന് തന്നെ നമുക്ക് 2-3 മെത്തേഡ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ഡേറ്റ. ഇന്റഗ്രേഷനും ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, റിഡക്ഷനും മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഉള്ള ഡിഫറെന്റ് മെത്തേഡ്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിലെ ഫസ്റ്റ് ടെക്നിക്കായ ഡേറ്റ ക്ലീനിങ് എന്താണെന്ന് നോക്കാം. ഡേറ്റ ക്ലീനിങ് ക്ലീൻസ് ദ ഡേറ്റ ബൈ ഫില്ലിംഗ് ഇൻ മിസ്സിംഗ് വാല്യൂസ്, smoothing noisy data, identifying or removing outliers and resolving inconsistencies. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റ ക്ലീനിങ്ങിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും? ഇറ്റ് ക്ലീൻസ് ദ ഡേറ്റ ബൈ ഫില്ലിംഗ് ഇൻ മിസ്സിംഗ് വാല്യൂസ്. മിസ്സിംഗ് വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡേറ്റ സെറ്റിനുള്ളിൽ ചില വാല്യൂസ് മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ആ ഡേറ്റ സെറ്റ് നമുക്ക് ബിലീവബിളും ഇന്റർപ്രിറ്റബിളും ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡേറ്റ സെറ്റിൽ ഡേറ്റ മിസ്സിംഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മൈനിങ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പുകളിൽ ആ ഒരു പാറ്റേൺ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂസ് കിട്ടാനുള്ള ചാൻസസ് കുറയും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഡേറ്റ ക്ലീനിങ് ടെക്നിക്കിനുള്ളിൽ അങ്ങനത്തെ മിസ്സിംഗ് വാല്യൂസിനെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഫില്ലിങ് നമ്മൾ ചുമ്മാ ചെയ്യത്തില്ല, അതിനും 2-3 മെത്തേഡ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ ക്ലീനിങ്ങിന് വരുന്നത് മിസ്സിംഗ് വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഫില്ല് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് പോയിന്റ്, നോയ്സി ഡേറ്റാസ് സ്മൂത്ത് ചെയ്യുക. നോയ്സി ഡേറ്റ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡേറ്റ സെറ്റിനകത്തുള്ള ഡേറ്റ 1, 2, 34 അങ്ങനെ ഒരു 4 ഡേറ്റ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ 1, 2 കഴിഞ്ഞിട്ട് 30, അത് കഴിഞ്ഞിട്ട് 4. അപ്പോൾ 1, 2, 4 അത് മൂന്നും ഓൾമോസ്റ്റ് ഒരേ റേഞ്ചിൽ വരുന്ന നമ്പേഴ്സ് ആണ് അല്ലേ. 30 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചുമായിട്ട് നല്ല ഡിഫറൻസ് ഉള്ളൊരു നമ്പറാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു നോയ്സ് വന്നില്ലേ, അതൊരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡേറ്റ വരണം, ഇപ്പോൾ ABC എന്നൊരു ഡേറ്റ നമുക്ക് കിട്ടണം. അതിൻ്റെ കൂടെ ABCയുടെ കൂടെ ബൈ ചാൻസ് ഒരു Z എന്നുള്ളൊരു ലെറ്ററും കൂടെ വന്നു, ഒരു ഡേറ്റ അങ്ങനെ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ABC എന്നുള്ളതാണ് ഒറിജിനൽ ഡേറ്റ, അതിൻ്റെ ഒപ്പം അൺബോണ്ടഡ് ആയിട്ടുള്ള ഇസഡും കൂടെ കയറി വന്നു. അതിന് നമുക്ക് അൺബോണ്ടഡ് ഡേറ്റയാണ് നോയ്സി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ നോയ്സി ഡേറ്റ നമ്മുടെ ഡേറ്റ സെറ്റിൽ അല്ലെങ്കിൽ ഡേറ്റ സോഴ്സിൽ ഉണ്ടെങ്കിൽ അതിനെ സ്മൂത്ത് ചെയ്യുന്നു. അതും ക്ലീനിങ്ങിന്റെ വേറൊരു ടാസ്ക് ആണ്. അതുപോലെ ഐഡന്റിഫൈങ് ഓർ റിമൂവിങ് ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയർ ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റ എടുത്തു. ആ സെറ്റ് ഓഫ് ഡേറ്റയിൽ
മെജോറിറ്റി ഉള്ള എല്ലാ ഡേറ്റയും ഒരേ നേച്ചർ ഉള്ളതും ചില ഡേറ്റാസ് മാത്രം ഈ ഒരു ഡേറ്റാ സെറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതും അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു 1, 2, 34. അതിൽ 1, 2, 4 എന്ന് പറയുന്നത് ഒരേ റേഞ്ചിൽ വരുന്നതാണ്. 30 നല്ല ഡിഫറൻസ് ഉള്ളതാണ്. അപ്പോൾ 30 എന്ന് പറയുന്നത് അവിടെ ഒരു ഔട്ട്ലെയർ ആണെന്ന് പറയാം. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ ഓൾമോസ്റ്റ് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന കുറേ ഡേറ്റയും ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരാത്ത കുറച്ച് ഡേറ്റാസും കാണും. അങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരു ഡേറ്റയാണ് ഔട്ട്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്ലെയേഴ്സ് വന്നാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ റിമൂവ് ചെയ്യുകയും ഇതും ഡേറ്റ ക്ലീനിങ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്. അതുപോലെ തന്നെ റിസോൾവിങ് ഇൻകൺസിസ്റ്റൻസീസ്, എന്തെങ്കിലും ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതിനെയും റിസോൾവ് ചെയ്യുക. ഇത്രയുമാണ് ഡേറ്റ ക്ലീനിങ് എന്ന ടെക്നിക്കിനുള്ളിൽ ചെയ്യുന്നത്. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഫില്ല് ചെയ്യും, നോയ്സി ഡേറ്റ ഉണ്ടെങ്കിൽ സ്മൂത്ത് ചെയ്യും, ഔട്ട്ലെയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യും, ഇൻകൺസിസ്റ്റൻസീസ് റിസോൾവ് ചെയ്യും. ഇത്രയുമാണ് ഡേറ്റ ക്ലീനിങ്ങിനുള്ളിൽ നടക്കുന്ന ക്ലീനിങ് പ്രോസസ്സസ്. ഇനി ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, അതായത് മിസ്സിംഗ് വാല്യൂ എങ്ങനെ ഫില്ല് ചെയ്യാം, നോയ്സി ഡേറ്റ എങ്ങനെ സ്മൂത്ത് ചെയ്യാം, ഔട്ട്ലെയേഴ്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യാം, ഇൻകൺസിസ്റ്റൻസീസ് എങ്ങനെ റിസോൾവ് ചെയ്യാം, ഈ ഓരോന്നും എങ്ങനെ ചെയ്യാം എന്നുള്ളതിലേക്ക് കടക്കാം. അപ്പോൾ ഡേറ്റ ക്ലീനിങ്ങിൽ ഫസ്റ്റ് വൺ ഹാൻഡ്ലിങ് മിസ്സിംഗ് വാല്യൂസ്. അതായത് മിസ്സിംഗ് വാല്യൂസ് വന്നാൽ നമുക്ക് ഡേറ്റ ക്ലീനിങ്ങിൽ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി 6 ടെക്നിക്കുകളാണ് മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡേറ്റ ക്ലീനിങ്ങിലുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിംപ്ലി ഇഗ്നോർ ദ ട്യൂപ്പിൾസ്. അതായത് ഇപ്പോൾ ഒരു ഡേറ്റ സെറ്റ് ഞാൻ എടുത്തു, അതിനുള്ളിൽ കുറച്ച് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് വെക്കുക. അത് മാറ്റാൻ പോകുന്നതിനെ കാട്ടി സിമ്പിളായിട്ട് ആ മിസ്സിംഗ് വാല്യൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ആ മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ടപ്പിൾസിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ഡേറ്റ സെറ്റ് ഒരു വലിയ ഡേറ്റ സെറ്റ് ആണെന്ന് വെക്കുക, അതിനുള്ളിൽ ഒരുപാട് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ഈ ഇഗ്നോറിംഗ് ടപ്പിൾ എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ ഡേറ്റ സെറ്റ് നമുക്ക് എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊരു എഫക്റ്റീവ് മെത്തേഡ് അല്ല ഇഗ്നോറിംഗ് ടപ്പിൾസ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫിൽ ദ മിസ്സിംഗ് വാല്യൂസ് മാനുവലി. അതായത് ഒരു ഡേറ്റ സെറ്റിലുള്ള മിസ്സിംഗ് വാല്യൂസ് മാനുവലി നമ്മൾ എന്ത് ചെയ്യുക, മിസ്സിംഗ് വാല്യൂ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ചെറിയൊരു ഡേറ്റ സെറ്റിന് എഫക്റ്റീവായ ഒരു മെത്തേഡാണ്. കാരണം ചെറിയൊരു ഡേറ്റ സെറ്റിൽ വളരെ കുറച്ച് ഡേറ്റയെ കാണത്തുള്ളൂ. അപ്പോൾ മാനുവലി നമുക്ക് എന്ത് ചെയ്യാം, എവിടെയൊക്കെയാണ് മിസ്സിംഗ് എന്ന് കണ്ടുപിടിച്ച് അതിനെ എന്തെങ്കിലും ഒരു രീതി യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വലിയ ഡേറ്റ സെറ്റും അതിൽ ഒരുപാട് മിസ്സിംഗ് വാല്യൂസും ഉണ്ടെങ്കിൽ അത്രത്തോളം മിസ്സിംഗ് വാല്യൂസ് നമുക്ക് മാനുവലി ഫില്ല് ചെയ്യുക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതും ഒരു ലാർജ് ഡേറ്റ സെറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഫില്ലിംഗ് മിസ്സിംഗ് വാല്യൂസ് മാനുവലി എന്ന് പറയുന്നത് ഫോർ എ ലാർജ് ഡേറ്റ സെറ്റ് ഒരു എഫക്റ്റീവ് മെത്തേഡ് അല്ല. തേർഡ് വൺ, യൂസ് ഗ്ലോബൽ കോൺസ്റ്റന്റ് ടു ഫിൽ ഇൻ ദ മിസ്സിംഗ് വാല്യൂസ്. അതായത് ഒരു ഡേറ്റ സെറ്റിൽ കുറെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ ഗ്ലോബലി ഒരു കോൺസ്റ്റന്റ് ഫിക്സ് ചെയ്യുക. ആ കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് എല്ലാ മിസ്സിംഗ് വാല്യൂസിനെയും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന ഗ്ലോബൽ കോൺസ്റ്റന്റ് അൺനോൺ എന്നുള്ളൊരു വാക്കാണെന്ന് വയ്ക്കും, ഒരു കീവേഡ്. അപ്പോൾ എവിടെയൊക്കെ മിസ്സിംഗ് ഉണ്ടോ ഞാൻ അവിടെയെല്ലാം അൺനോൺ എന്ന് എഴുതുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഫിനിറ്റി എന്നുള്ള ഒരു സിമ്പലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ്, അത് ഡേറ്റ ക്ലീനിങ് ചെയ്യുന്ന ആ ഒരു യൂസറിന് ചൂസ് ചെയ്യാവുന്നതാണ് ഗ്ലോബൽ കോൺസ്റ്റന്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് അൺനോൺ ആണെങ്കിൽ എവിടെയൊക്കെ മിസ്സിംഗ് വരുന്നുണ്ടോ അവിടെയൊക്കെ അൺനോൺ എന്നുള്ള ഒരു കീവേഡ് കൊടുത്തുകൊണ്ട് മിസ്സിംഗ് വാല്യൂ നമുക്ക് ക്ലീനിങ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അഗെയിൻ ഇതിന്റെ കേസിലും ലാർജ് ഡേറ്റ സെറ്റ് എടുക്കുമ്പോൾ ഒരുപാട് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അൺനോൺ കൊടുത്താൽ അത് ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു അൺനോൺ എന്നുള്ള ഒരു കീവേഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡേറ്റ എന്ത് ചെയ്യും, മിസ്ഇന്റർപ്രറ്റ് ചെയ്യപ്പെടും. അതൊരു എഫക്റ്റീവ്. സോ അതുകൊണ്ട് ഗ്ലോബൽ കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുന്നതും ഒരു എഫക്റ്റീവ് മെത്തേഡ് അല്ല എന്നാണ് പറയുന്നത്. ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് മീൻ ഓർ മീഡിയൻ ടു ഫിൽ. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ സെറ്റിലുള്ള എല്ലാ ഡേറ്റയും ഒരേ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ, അതായത് അതിനുള്ളിൽ ഇൻഡിവിജ്വൽ സാമ്പിൾസ് ഗ്രൂപ്പ് ഒന്നുമില്ല, ആസ് എ ഹോൾ ഒരു ഡേറ്റ സെറ്റ് ഞാൻ എടുത്തു, അതിലുള്ള മിസ്സിംഗ് വാല്യൂസ് ഫില്ല് ചെയ്യാൻ ഐദർ ആ ഡേറ്റ സെറ്റിന്റെ മീൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കുക. മീനോ മീഡിയനോ കണ്ടുപിടിച്ചുകൊണ്ട്, മീനും മീഡിയനും നോർമലി നമ്മുടെ മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റ സെറ്റിന്റെയും വാല്യൂസ് എല്ലാം ആഡ് ചെയ്തിട്ട് ദ ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ഇൻ ദ ഡേറ്റ സെറ്റ്.
അതുപോലെ മീഡിയനും ചെയ്യുക. എന്നിട്ട് ആ ഒരു കിട്ടുന്ന ഒരു നമ്പർ, ഒരു ന്യൂമറിക്കൽ വാല്യൂ കാണും. ആ വാല്യൂ യൂസ് ചെയ്ത് മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും ഫില്ല് ചെയ്യുന്ന എന്നുള്ളതാണ് യൂസ് മീൻ ഓർ മീഡിയൻ ടു ഫിൽ എന്ന മെത്തേഡിൽ വരുന്നത്. ഇനി ഫിഫ്ത്ത് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഫോർത്ത് മെത്തേഡിൽ പറഞ്ഞത് ആ ഡേറ്റാ സെറ്റ് അസ് എ ഹോൾ സെയിം നേച്ചർ ഉള്ളതാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ചൂസ് ചെയ്യുന്ന ഡേറ്റാ സെറ്റിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെങ്കിൽ സാമ്പിൾസ് ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും മീൻ ഓർ മീഡിയൻ കണ്ടുപിടിക്കണം. ആ ഓരോ മീൻ ഓർ മീഡിയൻ വെച്ചിട്ട് മിസ്സിംഗ് വാല്യൂസ് ഫില്ല് ചെയ്യാം. അതാണ് ഫിഫ്ത്ത് മെത്തേഡിൽ പറയുന്നത്. സിക്സ്ത് മെത്തേഡ് എന്ന് പറയുന്നത് മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സിക്സ്ത് മെത്തേഡ് യൂസ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട് 1 2 3 4 അല്ലെങ്കിൽ 1 2 -4. അപ്പൊ ഡാഷ് എന്നുള്ളവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ 1 2 -4. അപ്പൊ നമുക്കത് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? 1ഉം 2ഉം ഉണ്ട്, ഒരു പ്ലേസ് മിസ്സിംഗ് കഴിഞ്ഞിട്ട് 4 ആണ്. അപ്പൊ പ്രോബബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള വാല്യൂ ഏതായിരിക്കും? ദ പ്രോബബിൾ വാല്യൂ ഷുഡ് ബി 3, റൈറ്റ്? അപ്പൊ എന്ത് ചെയ്യുന്നു? ആ 3 എന്നുള്ള വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഡേറ്റ എന്താവുന്നു? മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നു. ഇതാണ് യൂസിങ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഹാൻഡ്ലിംഗ് ദ മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ക്ലീനിങ്ങിൽ മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള 6 ടെക്നിക്കുകളാണ്: ഇഗ്നോർ ടപ്പിൾസ്, ഫിൽ മിസ്സിംഗ് വാല്യൂസ് മാനുവലി, യൂസ് ഗ്ലോബൽ കോൺസ്റ്റന്റ് ഫോർ ഫില്ലിംഗ്, യൂസ് മീൻ ഓർ മീഡിയൻ ടു ഫിൽ, യൂസ് ആട്രിബ്യൂട്ട് മീൻ ഓർ മീഡിയൻ, ആൻഡ് ഫൈനലി യൂസ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂസ്. അപ്പോൾ ഡേറ്റ ക്ലീനിങ്ങിൻ്റെ നെക്സ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് നോയ്സി ഡേറ്റ. നോയ്സി ഡേറ്റ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു റാൻഡം ആയിട്ടുള്ള എററിനെയോ ഒരു വേരിയൻസ്, ഒരു മെഷേർഡ് വേരിയബിളിലുള്ള വേരിയൻസിനെയോ ഒക്കെയാണ് നോയ്സ് എന്ന് പറയുന്നത്. നോയ്സ് ഈസ് നത്തിങ് ബട്ട് എ റാൻഡം എറർ ഓർ വേരിയൻസ് ഇൻ എ മെഷേർഡ് വാല്യൂ. മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിലുള്ള വേരിയൻസിനെയോ അല്ലെങ്കിൽ റാൻഡമായിട്ട് സംഭവിക്കുന്ന ഒരു എററിനെയോ ആണ് നോയ്സി ഡേറ്റ അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയുന്നത്. നോയ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഡേറ്റ ക്ലീനിങ്ങിൽ മെയിൻലി 3 ടെക്നിക്സ് ആണുള്ളത്: ബിന്നിങ്, റിഗ്രഷൻ, ഔട്ട്ലെയർ അനാലിസിസ്. ബിന്നിങ്, റിഗ്രഷൻ, ഔട്ട്ലെയർ അനാലിസിസ്. അപ്പം നമുക്ക് ഓരോ ടെക്നിക്കിലേക്കും പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ബിന്നിങ്. ബിന്നിങ് എന്ന് വെച്ചാൽ ആക്ച്വലി നോയ്സി ഡേറ്റയെ സ്മൂത്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു ബിന്നിങ് എന്ന് പറയുന്ന ടെക്നിക്ക് കൂടുതലും സോർട്ടഡ് ആയിട്ടുള്ള ഡേറ്റയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, സോർട്ടഡ് ഡേറ്റ. സോ ബിന്നിങ് മെത്തേഡ് സ്മൂത്ത് എ സോർട്ടഡ് ഡേറ്റ വാല്യൂ ബൈ കൺസൾട്ടിങ് ഇറ്റ്സ് നൈബർഹുഡ്. അതായത് ഇപ്പോൾ ഒരു ഡേറ്റ സെറ്റിൽ എന്തെങ്കിലും നോയ്സ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ നൈബറിലുള്ള വാല്യൂസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡേറ്റയെ സ്മൂത്ത് ചെയ്യുന്ന ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് ബിന്നിങ്. അതായത് ഒരു ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്നൊരു ഡേറ്റ ഉണ്ടെന്ന് വയ്ക്കുക. 1 2 34. ഓക്കെ, 1 2 34. അതിൽ 30 എന്നുള്ളൊരു ഡേറ്റയെ നോയ്സ് ആണെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് 2ഉം 4ഉം. അപ്പോൾ അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് 30 എന്ന നോയ്സിനെ മാറ്റും. അതിനെയാണ് ബിന്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബിന്നിങ് മെത്തേഡോടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ബിന്നിങ്ങിൽ മെയിൻലി 3 ടൈപ്പ് ആണുള്ളത്. ബിന്നിങ് തന്നെ 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ സ്മൂത്തിങ് ബൈ ബിൻ മീൻ, അതുപോലെ സ്മൂത്തിങ് ബൈ ബിൻ മീഡിയൻ, സ്മൂത്തിങ് ബൈ ബിൻ ബൗണ്ടറീസ്. ഈ 3 മെത്തേഡ്സ് ആണ് ബിന്നിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ മെത്തേഡിലും ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്മൂത്തിങ് ബൈ ബിൻ മീൻ ആണ് നോക്കാൻ പോകുന്നത്. മീൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നോയ്സി ഡേറ്റയെ സ്മൂത്ത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബിന്നിങ്ങിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ബിന്നിങ് യൂസിങ് മീൻ ആണ്. മീൻ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് ബിന്നിങ് ചെയ്യുന്ന മെത്തേഡാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്കൊരു ഡേറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട് 4 8 15 21 21 24 25 28 34. ഇതാണ് നമ്മുടെ ഡേറ്റാ സെറ്റ്. അപ്പോൾ ഈ ഡേറ്റാ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനിഷ്യലി സ്മൂത്തിങ് ബൈ ബിൻ മീൻ എന്ന മെത്തേഡിൽ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ഈ ടോട്ടൽ ഡേറ്റാ സെറ്റിന് ഒരു 3 ഈക്വൽ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ഡേറ്റാ സെറ്റ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈച്ച് വാല്യൂ ഇൻ എ ബിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ മീൻ വാല്യൂ. അതാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡേറ്റ സെറ്റിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിന് ഞാൻ ബിൻ 1, ബിൻ 2, ബിൻ 3 ഇങ്ങനെയാണ് ഞാൻ പേര് കൊടുക്കാൻ പോകുന്നത്. ബിൻ 1, ബിൻ 2, ബിൻ 3. ഓക്കെ, ബിൻ 1ല് ഫസ്റ്റത്തെ 3 ഡേറ്റാസ് നമുക്ക് എടുക്കാം. 4 8 15 ആദ്യത്തെ 3 എണ്ണം. ബിൻ 2ൽ എന്ത് ചെയ്യണം?
പിന്നെയുള്ള 3 നമ്പേഴ്സ് എടുക്കണം. 21, 21, 24. ബിന്ന് 3 അതിനുശേഷമുള്ള 3 നമ്പേഴ്സ് എടുത്തു. 25, 28, 34. ഇനി ഓരോ ബിന്നിലെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുക. മീൻ വാല്യൂ ഓരോ ബിന്നിലെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുക. മീൻ വാല്യൂ നമ്മൾ സാധാരണ കണ്ടുപിടിക്കാൻ ആവറേജ് കണ്ടുപിടിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. 4 + 8 + 15 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നമുക്ക് മീഡിയൻ കിട്ടും, സോറി മീൻ വാല്യൂ കിട്ടും. അതുപോലെ 21 + 21 + 24 the whole divided by 3. അതുപോലെ ഇവിടെ 25 + 28 + 34 the whole divided by 3. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മീൻ വാല്യൂ കിട്ടും. അപ്പോ ഫസ്റ്റത്തെ മീൻ വാല്യൂ എത്രയായിരിക്കും? 9 ആയിരിക്കും, 22 ആയിരിക്കും, 29 ആയിരിക്കും. അപ്പൊ നമുക്ക് മീൻ വാല്യൂ കിട്ടിയല്ലോ. ഇനി വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ബിന്നിലുള്ള ഓരോ വാല്യൂവിനെയും മീൻ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈച്ച് വാല്യൂ ഇൻ എ ബിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ മീൻ വാല്യൂ ഓഫ് ദ ബിൻ. അതാണ് സ്മൂത്തിങ് ബൈ ബിൻ മീനിൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ ബിൻ എങ്ങനെ മാറും? ബിൻ 1, 2, 3. ബിൻ 1 4, 8, 15 ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് കിട്ടിയ മീൻ 9 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 9, 9, 9. ബിൻ 2 21, 22, 24. കിട്ടിയ മീൻ 22. സോ 22, 22, 22. ബിൻ 3 കിട്ടിയ മീൻ 29. സോ 29, 29, 29. അപ്പൊ നമ്മുടെ പുതിയ ബിന്നിന്റെ വാല്യൂസ് ഇതാണ് നമ്മുടെ. അപ്പോ നോയ്സ് മാറിയ ബിന്നിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ നോയ്സ് മാറ്റിയ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് സ്മൂത്തിങ് ബൈ ബിൻ മീൻ. മീൻ കണ്ടുപിടിച്ചുകൊണ്ട് സ്മൂത്തിങ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അടുത്തതായിട്ട് മീഡിയൻ യൂസ് ചെയ്ത് സ്മൂത്ത് ചെയ്യുന്ന ടെക്നിക്ക് നോക്കാം. മീഡിയൻ യൂസ് ചെയ്ത് അപ്പൊ എന്ത് മാറ്റം മാത്രമേ വരത്തുള്ളൂ? മീഡിയൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല. റീപ്ലേസ് ബൈ മീഡിയൻ വാല്യൂ ഓഫ് ദ ബിൻ. മീഡിയൻ വാല്യൂ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക. മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ആവറേജ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പകരം എന്ത് ചെയ്താൽ മതി? ഇപ്പോ ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിലിൽ വരുന്ന വാല്യൂ ആയിരിക്കും മീഡിയൻ. ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിലിൽ വരുന്ന വാല്യൂ ആയിരിക്കും മീഡിയൻ വാല്യൂ. അപ്പൊ ഇത് 1, 2, 3. ഓഡ് നമ്പറിൽ 3. സോ മിഡിലിൽ വരുന്ന വാല്യൂ ഏതാണ്? 8. ഇതും ഓഡ് നമ്പർ ആണ്. സോ മിഡിലിൽ 21, 28. അപ്പൊ ബിൻ 1 മീഡിയൻ 8, ബിൻ 2 മീഡിയൻ 21, ബിൻ 3 മീഡിയൻ 28. അപ്പൊ എന്ത് ചെയ്യുക? ബിൻ 1 എങ്ങനെ മാറും? 8, 8, 8. ബിൻ 2 എങ്ങനെ മാറി? 21, 21, 21. ബിൻ 3 എങ്ങനെ മാറി? 28, 28, 28. ഇതാണ് നമ്മുടെ സ്മൂത്തിങ് ബൈ ബിൻ മീഡിയൻ എന്ന മെത്തേഡിൽ ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിച്ചിട്ട് സ്മൂത്തിങ് മാറ്റുന്നത്. അടുത്തതായിട്ട് തേർഡ് എന്ന് പറയുന്നത് സ്മൂത്തിങ് ബൈ ബിൻ ബൗണ്ടറി ആണ്. ബൗണ്ടറീസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്മൂത്തിങ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നേരത്തെ പോലെ ഡേറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെ 3 ബിന്നായിട്ട് ക്ലാസിഫൈ ചെയ്തുകയാണ്. 2, 8, 15, 21, 21, 24, then 25, 28, 34. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ബിന്നിലെയും ബൗണ്ടറി വാല്യൂസ് എടുക്കുക. ആ ബൗണ്ടറി വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിന്ന് 1 നിങ്ങൾ കൺസിഡർ ചെയ്യുക. ബിന്ന് 1 ബൗണ്ടറി വാല്യൂസ് ഏതാണ്? ബൗണ്ടറി മീൻസ് 2 അറ്റത്തും വരുന്ന വാല്യൂസ് ആണ് ബൗണ്ടറി വാല്യൂസ്. ബിന്ന് 1 അറ്റത്ത് വരുന്ന ഏതാണ്? 4ഉം 15ഉം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഫിക്സ് ചെയ്യുക. ആ ഒരു വാല്യൂ 4ഓ 15 ഇതിൽ ഏതെങ്കിലും ഒരു ബൗണ്ടറി യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള വാല്യൂ മിഡിലിൽ വരുന്ന വാല്യൂവിനെ ഫില്ല് ചെയ്യുക. അതായത് ബൗണ്ടറി 2 സെയിം ആയിരിക്കും. ഇപ്പൊ സ്മൂത്തിങ് ബൈ ബിൻ ബൗണ്ടറീസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ബിന്നാണ് എഴുതാൻ പോകുന്നത്. ബൗണ്ടറി വാല്യൂ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. നടുക്കത്തെ വാല്യൂ മാത്രമേ മാറ്റം വരത്തുള്ളൂ. ഈ മിഡിലിൽ വരുന്ന വാല്യൂ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ബൗണ്ടറി ചൂസ് ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് ബിന്നിൽ ഞാൻ 4 ആണ് എടുക്കുന്നതെന്ന് വെക്കുക. അപ്പൊ ആദ്യത്തിന് ബൗണ്ടറി ആയതുകൊണ്ട് എന്തായാലും 4 തന്നെ വരും. മിഡിലുള്ളത് 8 മാറി 4 വരും. കാരണം ബൗണ്ടറി വാല്യൂ ഞാൻ ചൂസ് ചെയ്തത് 4 ആണ്. അതുപോലെ തന്നെ ബിന്ന് 2 ഞാൻ ചൂസ് ചെയ്തത് 21 ആണെന്ന് വെക്കുക ബൗണ്ടറി വാല്യൂ. എങ്കിൽ അടുത്തത് 21 തന്നെ എഴുതണം. ഈ ബൗണ്ടറി അത് മാറ്റത്തില്ല, കാരണം ഇതും 2 ബൗണ്ടറി ആയതുകൊണ്ട് ലാസ്റ്റ് വാല്യൂ ഫസ്റ്റ് വാല്യൂ മാറത്തില്ല, ഇതിനുള്ള തന്നെ വരും. മിഡിൽ വാല്യൂ മാത്രമേ നോയ്സ് മാറ്റുന്നുള്ളൂ. അതുപോലെ ബിന്ന് 3 ഞാൻ ചൂസ് ചെയ്ത ബൗണ്ടറി 25 ആണെങ്കിൽ 25, 25, 34 എന്ന് വരും. ഇതാണ് സ്മൂത്തിങ് ബൈ ബിൻ ബൗണ്ടറീസ് ചെയ്യുന്നത്. മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഇൻ എ ഗിവൺ ബിൻ ആർ ഐഡന്റിഫൈഡ് ആസ് ദ ബിൻ ബൗണ്ടറീസ്. ഒരു സെറ്റിൽ കൊടുത്തിരിക്കുന്ന
മിനിമം വാല്യൂസിനെയും മാക്സിമം വാല്യൂസിനെയും ബിൻ ബൗണ്ടറീസ് എന്ന് പറയുന്നു. ബിൻ ബൗണ്ടറി വാല്യൂ വെച്ചുകൊണ്ട് ബിന്നിലെ ബാക്കി വാല്യൂസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്മൂത്തിങ് ബൈ ബിൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോയ്സി ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഫസ്റ്റ് ടെക്നിക്കായ ബിന്നിങ്ങിലെ 3 ടൈപ്പ് പഠിച്ചു. ബിന്നിങ് ബൈ മീഡിയൻ, ബിന്നിങ് ബൈ മീൻ, അതുപോലെ ബിന്നിങ് ബൈ ബിൻ ബൗണ്ടറീസ്. 3 ടെക്നിക്സ് ആണ് ഉള്ളത്. അടുത്തത് ഹാൻഡ്ലിംഗ് നോയ്സി ഡേറ്റയുടെ രണ്ടാമത്തെ മെത്തേഡാണ്. ബിന്നിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. ബിന്നിങ്ങിൽ 3 എണ്ണേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് മെത്തേഡായ റിഗ്രഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, റിഗ്രഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് ദ ഡേറ്റ. ഡേറ്റയെ അപ്രോക്സിമേറ്റ് വാല്യൂ ആക്കാൻ വേണ്ടിയിട്ടാണ് റിഗ്രഷൻ ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് കൺഫേംസ് ഡേറ്റ വാല്യൂസ് ടു എ ഫംഗ്ഷൻ. ഡേറ്റ വാല്യൂസിനെ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷന് 2 ടൈപ്പ് ഉണ്ട്. ആക്ച്വലി റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് ഡേറ്റ. ഡേറ്റയെ അപ്രോക്സിമേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ ഉള്ളിൽ തന്നെ 2 ടൈപ്പ് വരും. ലീനിയർ റിഗ്രഷനും അതുപോലെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും. Linear regression actually involves finding the best line to fit the 2 attributes so that one attribute can be used to predict another. അതുപോലെ മൾട്ടി ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ more than 2 attributes are involved and data are to fit to a multi dimensional space. അപ്പോൾ ലീനിയർ റിഗ്രഷനിൽ ചെയ്യുന്നത് 1 2 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നോയ്സി ഡേറ്റയെ ഫിക്സ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ 2ൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നോയ്സി ഡേറ്റയെ ഫിക്സ് ചെയ്യുന്നു. ഇത്രയാണ് റിഗ്രഷൻ ടൈപ്പിനുള്ളിൽ വരുന്നത്. അപ്പോൾ റിഗ്രഷൻ ഈസ് യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് ദ ഡേറ്റ. ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് കൺഫേംസ് ഡേറ്റ വാല്യൂസ് ടു എ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് കൺഫേംസ് ഡേറ്റ വാല്യൂസ് ടു എ ഫംഗ്ഷൻ. There are 2 types of regression, linear regression and multiple linear regression. In linear regression involves finding the best line to fit 2 attributes so that one attribute can be used to predict another. While in multiple linear regression, more than 2 attributes are involved and data are fit to a multi-dimensional space. ഇത്രയാണ് റിഗ്രഷൻ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അടുത്ത നോയ്സി ഡേറ്റ ഹാൻഡിൽ ചെയ്യാനുള്ള 3rd മെത്തേഡാണ് ഔട്ട്ലെയർ അനാലിസിസ് എന്ന് പറയുന്നത്. ഔട്ട്ലെയർ അനാലിസിസ് മീൻസ് ഔട്ട്ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെറ്റ് ഓഫ് ഡേറ്റ എടുക്കുമ്പോൾ അതിൽ സിമിലർ സ്വഭാവമുള്ള ഡേറ്റയും കാണും, കുറച്ച് 1-2 ഡേറ്റ അല്ലെങ്കിൽ 3-4 ഡേറ്റാസ് ഡിസിമിലാരിറ്റി ഇൻ ക്യാരക്ടർ കാണിക്കുന്ന ഡേറ്റ കാണും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ ഡിസിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഡേറ്റയാണ് ഔട്ട്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്ലെയർ കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡേറ്റയെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഔട്ട്ലെയർ മേ ബി ഡിറ്റക്റ്റഡ് ബൈ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്ലസ്റ്ററിംഗ്. അതായത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ എടുത്താൽ ആ സെറ്റ് ഓഫ് ഡേറ്റയിൽ സിമിലർ സ്വഭാവമുള്ള കുറെ ഡേറ്റാസ് കാണും. അതിൽ ഡിസിമിലാരിറ്റി, ഈ സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഡേറ്റയാണ് ഔട്ട്ലെയർ എന്ന് പറയുന്നത്. ആ ഔട്ട്ലെയേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോയ്സി ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്ന 3ാമത്തെ മെത്തേഡിൽ വരുന്നത്. അപ്പൊ ഇതോടുകൂടി ഡേറ്റ ക്ലീനിങ്ങില് മിസ്സിംഗ് വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ നോയ്സി ഡേറ്റ എങ്ങനെ കണ്ടുപിടിക്കാം, ഔട്ട്ലെയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ടോപ്പിക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഡേറ്റ പ്രീ പ്രോസസ്സിംഗിൽ ഡേറ്റ ക്ലീനിങ് എന്നുള്ള ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്താണ്, അതിന്റെ ആവശ്യം എന്താണ്, അതിൽ വരുന്ന ടെക്നിക്സ് 4 എണ്ണം. ഡേറ്റ ക്ലീനിങ്, ഇന്റഗ്രേഷൻ, റിഡക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ 4 ടെക്നിക്സ് പഠിച്ചു. അതിൽ ഫസ്റ്റ് വൺ ഡേറ്റ ക്ലീനിങ്ങിനെ കുറിച്ച് അത്യാവശ്യം എക്സ്പ്ലനേഷൻസ് പഠിച്ചു. അതിനുള്ളിൽ യൂസ് ചെയ്യുന്ന മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനും നോയ്സി ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാനും ഔട്ട്ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ടെക്നിക്സ് വരെയാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഡേറ്റ ഇന്റഗ്രേഷൻ, ഡേറ്റ റിഡക്ഷൻ ആൻഡ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഈ പോർഷനിലുള്ളവർക്ക്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐഡിയിലോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.